ലബനനിൽ ഹിസ്ബുള്ളയുടെ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു. 8 പേർ കൊല്ലപ്പെട്ടു, 2750-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. Alô? എസ് രാംകുമാർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. രാം, ഇത് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല. ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന 10,000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. ഹിസ്ബുള്ളയുടെയും ഈ വളരെ മുതിർന്ന നേതാക്കളടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം വരുന്നു. ഒരേ സമയം ഇതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, സ്വാഭാവികമായും സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഇറാൻ പറയുന്നു ഇത് ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്നും. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ എന്താണ് ഇതിൽ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഗസ വിഷയത്തിന്റെ പേരിൽ ഇസ്രായേലുമായി പോര് തുടരുന്ന ഹിസ്ബുള്ള അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ലബനനിലെ സമയമനുസരിച്ച് ഉച്ചകഴിഞ്ഞ് 3:30 കൂടിയിട്ടാണ് ഇവരുടെ ഈ പേജറുകൾ ഇങ്ങനെ വ്യാപകമായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഈ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പോലെയുള്ള ഒരു ചെറിയ ഉപകരണമാണ് ഈ പേജറുകൾ. ഇത് പല സ്ഥലങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ചിലർ മാർക്കറ്റുകളിൽ സാധനം വാങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ചിലരുടെ പോക്കറ്റിൽ കിടന്നാണ് പൊട്ടിത്തെറിച്ചത്. ചിലർ വീടുകളിൽ ഇരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. ഒരംഗത്തിന്റെ 10 വയസ്സുള്ള ഒരു മകൾ ഉൾപ്പെടെ ഈ ഒരു പേജർ പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. എന്താണ് സംഭവിച്ചത് എന്ന് ഹിസ്ബുള്ളയ്ക്ക് പോലും വ്യക്തമാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ അടുത്തിടെ തന്നെ അവർ ആശയവിനിമയത്തിനായി വളരെ അടുത്ത കാലത്ത് അവർ എത്തിച്ച ഏറ്റവും അഡ്വാൻസ്ഡ് മോഡൽ പേജറുകളാണ് ഇപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്ക് പിന്നിൽ ഇസ്രയേലിന്റെ കരങ്ങളാണെന്ന് ഇറാനും അതുപോലെ തന്നെ ലെബനന്റെ ഔദ്യോഗിക ഭരണകൂടവും ആരോപിക്കുന്നു. ഇറാൻ ആരോപിക്കുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തി എന്നാണ്. അതുമാത്രമല്ല, ഹിസ്ബുള്ളക്കെതിരായ സൈക്കോളജിക്കൽ വാർഫെയർ എന്നാണ് ഇറാനിലെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ പേജറുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കുന്നത് അത് അവർക്കുണ്ടാക്കുന്ന ഒരു മാനസികമായ ആഘാതം, ആ സംഘടനയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുതായിരിക്കുമെന്നാണ് ഇറാനിലെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ലെബനൻ ആരോപിക്കുന്നത് ഇത് ഇസ്രയേൽ തന്നെയാണെന്നാണ്. ലെബനന്റെ ഒരു പരമാധികാരത്തിലേക്ക് ഇസ്രയേൽ കടന്നു കയറിയിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ലെബനന്റെ ഔദ്യോഗിക ഭരണകൂടം ഉന്നയിക്കുന്നത്. അതേസമയം ഇസ്രയേൽ ഈ കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ഗസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയായിരുന്നു. അവർക്കെതിരെ പലപ്പോഴും റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, തിരിച്ചും റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പേജർ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ലെബനനിൽ പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ളയുടെ യൂണിറ്റുകളിലും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിലുമെല്ലാമാണ് ഈ പേജറുകൾ ഉപയോഗിക്കുന്നത്. അവരുടെ അംഗങ്ങൾ ആശയവിനിമയത്തിന് ഈ ഉപകരണത്തെ ആശ്രയിക്കുന്നു. ഇത് ഇങ്ങനെ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ അവർ അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ള ഞെട്ടിയിരിക്കുകയാണ്. വിജയകുമാർ, ഈ ഒരു ആക്രമണത്തിൽ ഇപ്പോൾ തന്നെ ഏറെക്കുറെ 3000-ഓളം പേർക്ക് പരുക്കേറ്റതായും 8 പേർ കൊല്ലപ്പെട്ടതുമായാണ് വിവരം. 100ഓളം ആശുപത്രികളിലാണ് ഇപ്പോൾ ഇതിന്റെ ചികിത്സ തുടരുന്നത്. ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ഇനിയും വളരെയധികം കൂടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം പരോക്ഷമായോ എന്ന മട്ടിൽ പറയാം, അത്തരം ഒരു യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തി നിരന്തരമായി ആ നിലയിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിലയിൽ അവരുടെ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിക്കുന്നത്. എങ്ങനെ സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ആർക്കുമില്ല. അവരുടെ മുതിർന്ന നേതാക്കളടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആഭ്യന്തര
സന്ദേശം കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് രഹസ്യങ്ങൾ ചോരാതെ സന്ദേശം അയക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന പേജറുകളാണ് ഈ നിലയിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ പങ്കുണ്ട് എന്ന് ഇറാൻ ആരോപിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഈ സംഭവത്തിന് ശേഷം? ഇറാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇറാൻ്റെ അംബാസിഡർ അടക്കം ഇതിൽ പരിക്കേറ്റവരിലുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിജയകുമാർ, ഇതിൽ ഇറാന്റെ ലബനനിലെ സ്ഥാനപതി മൊയ്താബ അമാനിക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ലബനൻ പാർലമെന്റിലെ ഹിസ്ബുള്ളയുടെ ഒരു അംഗത്തിന്റെ മകൻ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിനു പുറമെ ഇറാനും ലബനനും ഇസ്രായേലിനെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ഇന്ന് അവരുടെ മന്ത്രിസഭ ചേർന്ന് ഈ യുദ്ധകാര്യങ്ങളെല്ലാം വിലയിരുത്തിയെങ്കിലും അവർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. എന്തായാലും വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അന്തർദേശീയ മാധ്യമങ്ങൾ ഈ പരിക്കേറ്റവരുടെ കണക്ക് സംബന്ധിച്ച് 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരമൊക്കെ നൽകുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഹിസ്ബുള്ളയ്ക്കോ ലബനനോ ഏതെങ്കിലും തരത്തിൽ ഇറാനോ കൃത്യമായ വിവരങ്ങളില്ല. ഇസ്രായേലിനെതിരെയാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ലബനനിലെ ഇറാൻ അംബാസിഡർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരേ സമയം ഈ പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നു വിവിധ ഇടങ്ങളിൽ. അസാധാരണ സംഭവം തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. 8 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 100-കണക്കിനല്ല 1000-കണക്കിന് ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് നമ്മൾ ആ വാർത്തയുടെ മറ്റു വിവരങ്ങളിലേക്ക് പോകും. എസ് രാംകുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകി.